നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രീതി നമ്മൾ മലയാളത്തിൽ പൊതുവേ സംസാരിക്കാറുള്ളതാണ്. നിനക്കവിടെ പോകുന്നതാണ് നല്ലത്, നിനക്കിവിടെ വരുന്നതാണ് നല്ലത്, നിനക്ക് അവളെ സഹായിക്കുന്നതാണ് നല്ലത്, നിനക്ക് അവളെ സഹായിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ മലയാളത്തിൽ നമ്മൾ പൊതുവേ സംസാരിക്കാറുള്ളതാണ്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം. എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേയുടെ 75ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. എല്ലാവരും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ തന്നെ കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ഈ കോഴ്സിലൂടെ പഠിക്കുന്നത് ആ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നത് അവിടെ നിങ്ങൾ സംസാരിച്ച് പരിശീലിക്കണം. അങ്ങനെ നിങ്ങൾ സംസാരിച്ച് പരിശീലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റി എന്ന് വരില്ല. അഥവാ സംസാരിക്കാനുള്ളൊരു അവസരം മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദിവസവും അരമണിക്കൂർ വെച്ച് നിങ്ങളെ സംസാരിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വരുന്നത് നിങ്ങളും ഒരു ടീച്ചറും മാത്രമായിരിക്കും ക്ലാസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു മടിയോ പേടിയോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ അറിവ് മനസ്സിലാക്കി നിങ്ങളെ സംസാരിപ്പിച്ചെടുപ്പിച്ചിട്ട് സംസാരിപ്പിക്കുന്ന രൂപത്തിലുള്ള ക്ലാസ്സസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ക്ലാസ്സിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യ ക്ലാസ് നിങ്ങൾക്ക് സൗജന്യമായി തന്നെ അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. നിനക്ക് പഠിക്കുന്നതാണ് നല്ലത് എന്നങ്ങനെ പറയാൻ പറ്റും. നിനക്ക് പഠിക്കുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ സ്റ്റഡി. നിനക്ക് പഠിക്കുന്നതാണ് നല്ലത്. ഇതിന്റെ സാഹചര്യവും അതുപോലെ തന്നെ വാക്കുകളുടെ ഓർഡറും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരാളോട് ഒരു കാര്യം ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുന്നതാണ്. നമ്മൾ മലയാളത്തിലൊക്കെ പൊതുവേ സംസാരിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ വാക്കുകളുടെ ഓർഡറും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം പറയുന്നത് ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവരെ ചേർത്ത് കൊടുക്കുക. ഇവിടെ എന്ന് പറയുന്നത് യു ആണ്. രണ്ടാമത് ഹാഡ് ചേർക്കാം. മൂന്നാമതായിട്ട് ബെറ്റർ ചേർക്കാം. നാലാമതായിട്ട് എന്താണോ പ്രവൃത്തി വരുന്നത് ഇവിടെ എന്നുള്ളത് സ്റ്റഡി എന്നുള്ളതാണ്. ആ പ്രവൃത്തി വെച്ചു കൊടുക്കുക. പ്രവൃത്തി എന്തുവാണെങ്കിലും വെക്കാം, പക്ഷെങ്കിൽ V1 ആയിരിക്കണം ചേർക്കേണ്ടത്. ഇതാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിനക്ക് പോകുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഹാഡ് ബെറ്റർ ഗോ. നിനക്ക് പോകുന്നതാണ് നല്ലത്. അവൾക്ക് വരുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ ഹാഡ് ബെറ്റർ കം. അവൾക്ക് വരുന്നതാണ് നല്ലത്. അവന് കഴിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? അവന് കഴിക്കുന്നതാണ് നല്ലത്. ഹി ഹാഡ് ബെറ്റർ ഈറ്റ്. അവന് കഴിക്കുന്നതാണ് നല്ലത്. അവൾക്ക് സഹായിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ ഹാഡ് ബെറ്റർ ഹെൽപ്പ്. അവൾക്ക് സഹായിക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ നോക്കിയത് ഇത് ചെറിയ രീതിയിലുള്ള ഉദാഹരണമാണ്. ഇതുപോലുള്ള വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതും സംസാരത്തിലൊക്കെ നമുക്ക് നല്ല പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്കടുത്ത് നോക്കാം. നിനക്ക് ഇവിടെ വരുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? പൊതുവെ നമ്മൾ സംസാരിക്കാറുള്ളതാണ്. നിനക്ക് ഇവിടെ വരുന്നതാണ് നല്ലത്. ഒരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ ഒരു താക്കീതായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. യു ഹാഡ് ബെറ്റർ കം ഹിയർ. നിനക്ക് ഇവിടെ വരുന്നതാണ് നല്ലത്. അടുത്ത ഉദാഹരണം നോക്കാം. അവൾക്ക് അവനെ വിശ്വസിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ ഹാഡ് ബെറ്റർ ബിലീവ് ഹിം. അവൾക്ക് അവനെ വിശ്വസിക്കുന്നതാണ് നല്ലത്. അടുത്ത ഉദാഹരണം നോക്കാം. നിനക്ക് ഇവിടെ കൃത്യസമയത്ത് എത്തുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ റീച്ച് ഹിയർ ഓൺ ടൈം. റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക, ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയം. യു ഹാഡ് ബെറ്റർ റീച്ച് ഹിയർ ഓൺ ടൈം. നിനക്കിവിടെ കൃത്യസമയത്ത് എത്തുന്നതാണ് നല്ലത്. അടുത്ത ഉദാഹരണം നോക്കാം. നീ നാളെയാകുമ്പോഴേക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഹാഡ് ബെറ്റർ ബുക്ക് ദ ടിക്കറ്റ് ബൈ ടുമോറോ. നീ നാളെയാകുമ്പോഴേക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ബൈ എന്ന് പറയുന്നത് ഉള്ളിൽ എന്നും അല്ലെങ്കിൽ ആകുമ്പോഴേക്കും ഒരു ദിവസം ആവുന്നതിനെക്കാട്ടും മുമ്പിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. യു ഹാഡ് ബെറ്റർ ബുക്ക് ദ ടിക്കറ്റ് ബൈ ടുമോറോ. നീ നാളെയാകുമ്പോഴേക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അടുത്ത ഉദാഹരണം നോക്കാം. കൊറോണ വൈറസിനെ തടയാൻ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? We had better wear face mask to prevent coronavirus.
കൊറോണ വൈറസിനെ തടയാൻ നമ്മൾ ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പ്രിവെന്റ് ചെയ്യുക എന്ന് പറയുന്നത് തടയുക എന്നുള്ള അർത്ഥമാണ് ലഭിക്കുക. അടുത്ത ഉദാഹരണം നോക്കാം. നിന്റെ പൊണ്ണത്തടി കുറക്കാൻ കൂടുതൽ വ്യായാമം ചെയ്യുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഹാഡ് ബെറ്റർ ഡു മോർ എക്സസൈസ് ടു റെഡ്യൂസ് യുവർ ഒബീസിറ്റി. നിന്റെ പൊണ്ണത്തടി കുറക്കാൻ കൂടുതൽ വ്യായാമം ചെയ്യുന്നതാണ് നല്ലത്. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ കുറക്കുക എന്നുള്ള അർത്ഥമാണ് വരിക. ഒബീസിറ്റി എന്ന് പറയുന്നത് പൊണ്ണത്തടിക്കാണ് ഒബീസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. സർക്കാർ ആക്രമണം നിയന്ത്രിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? ദ ഗവൺമെന്റ് ഹാഡ് ബെറ്റർ കൺട്രോൾ ദ വയലൻസ്. സർക്കാർ ആക്രമണം നിയന്ത്രിക്കുന്നതാണ് നല്ലത്. അടുത്ത ഉദാഹരണം നോക്കാം. പോലീസ് വരുന്നതിന് മുമ്പ് നമുക്ക് പോകുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? വി ഹാഡ് ബെറ്റർ ലീവ് ബിഫോർ ദ പോലീസ് കം. പോലീസ് വരുന്നതിന് മുമ്പ് നമുക്ക് പോകുന്നതാണ് നല്ലത്. അടുത്തത് നമുക്കിതിന്റെ നെഗറ്റീവായിട്ടുള്ള രൂപം നോക്കാം. പഠിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ നിനക്ക് പഠിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാം. പഠിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് എങ്ങനെ പറയാൻ പറ്റും? യു ഹാഡ് ബെറ്റർ നോട്ട് സ്റ്റഡി. നിനക്ക് പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നോട്ട് ചേർക്കുമ്പോൾ ബെറ്ററിന് ശേഷം ചേർക്കണം. ഈ കാര്യം നിങ്ങൾ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നിനക്ക് അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ ദെയർ. നിനക്കവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത്. അവർക്ക് അവനോടൊപ്പം കളിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? ദേ ഹാഡ് ബെറ്റർ നോട്ട് പ്ലേ വിത്ത് ഹിം. അവർക്ക് അവനോടൊപ്പം കളിക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്ത ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് അവനെ ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഹാഡ് ബെറ്റർ നോട്ട് ഡിസ്റ്റർബ് ഹിം. നിനക്ക് അവനെ ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. അടുത്ത ഉദാഹരണം നോക്കാം. നിങ്ങളുടെ ബാഗ് അവിടെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം അത് ആരെങ്കിലും മോഷ്ടിച്ചേക്കാം. ഇതെങ്ങനെ പറയാൻ പറ്റും? യു ഹാഡ് ബെറ്റർ നോട്ട് ലീവ് യുവർ ബാഗ് ഹിയർ ബിക്കോസ് സമ്മൺ മൈറ്റ് സ്റ്റീൽ ഇറ്റ്. നിങ്ങളുടെ ബാഗ് അവിടെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം അത് ആരെങ്കിലും മോഷ്ടിച്ചേക്കാം. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. മൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പഠിച്ചതാണ്. ആ ഒരു ചെറിയൊരു സാധ്യതയെക്കുറിച്ച് പറയാം, അങ്ങനെ സംഭവിച്ചേക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മൈറ്റ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് എന്ന് പറയുന്നത് കാരണത്തെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി, ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. നീ അത് ഉറപ്പാക്കുന്നത് വരെ അവരോട് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഹാഡ് ബെറ്റർ നോട്ട് സേ എനിത്തിങ് ടു ദം അണ്ടിൽ യു ആർ സർട്ടൻ ഇറ്റ്. നീ അത് ഉറപ്പാക്കുന്നത് വരെ അവരോട് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. സർട്ടൻ എന്ന് പറയുന്നത് ഉറപ്പാക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അണ്ടിൽ എന്ന് പറയുന്നത് വരെ എന്നാണ് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. നീ ഇപ്പോൾ അവനെ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഹാഡ് ബെറ്റർ നോട്ട് കോൾ ഹിം നൗ. നീ ഇപ്പോൾ അവനെ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്ത ഉദാഹരണം നോക്കാം. നീ അവളെ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഹാഡ് ബെറ്റർ നോട്ട് മാരി ഹർ. നീ അവളെ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്ത ഉദാഹരണം നോക്കാം. അവർ കൂടുതൽ സമയം ഫോണിൽ കളിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? ദേ ഹാഡ് ബെറ്റർ നോട്ട് യൂസ് ദ ഫോൺ ടു മച്ച് ടൈം. അവർ ഫോണിൽ കൂടുതൽ സമയം കളിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ നോക്കിയത് എങ്ങനെയാണ് ഹാഡ് ബെറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. നമുക്കടുത്തത് ഹാഡ് ബെറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നമുക്കടുത്ത് നോക്കാം. എനിക്ക് പഠിക്കുന്നതാണോ നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? എനിക്ക് പഠിക്കുന്നതാണോ നല്ലത്? ഹാഡ് ഐ ബെറ്റർ സ്റ്റഡി. ഹാഡ് ഐ ബെറ്റർ സ്റ്റഡി. എനിക്ക് പഠിക്കുന്നതാണോ നല്ലത്? ഇതിൽ വാക്കുകളുടെ ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം എന്ന് പറയുന്നത് ഹാഡാണ് ചേർക്കേണ്ടത്. രണ്ടാമതായിട്ട് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്, ഇവിടെ എന്നുള്ളത് ഐ എന്നുള്ളതാണ്. ഐ ചേർക്കാം, ആരമാണെങ്കിലും ചേർക്കാം. അയ്യോ യുവോ ഷിയോ ആരമാണെങ്കിലും ചേർക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എന്നുള്ളത് ഐ ആണ് വരുന്നത്. മൂന്നാമതായിട്ട് ബെറ്റർ ചേർക്കാം. നാലാമതായിട്ട് എന്താണോ പ്രവൃത്തി വരുന്നത്, ഇവിടെ എന്നുള്ളത് സ്റ്റഡി എന്നുള്ളതാണ്. സ്റ്റഡി ചേർക്കുക. എപ്പോഴും എന്ന് പറയുന്നത് പ്രവൃത്തി V1 ആയിരിക്കണം. ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഈ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ ഉദാഹരണ സഹിതം നോക്കാം. നമുക്ക് ഓടുന്നതാണോ നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഹാഡ് വി ബെറ്റർ റൺ. നമുക്ക് ഓടുന്നതാണോ നല്ലത്? എനിക്ക് അറിയിക്കുന്നതാണോ നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഹാഡ് ഐ ബെറ്റർ ഇൻഫോം. എനിക്ക് അറിയിക്കുന്നതാണോ നല്ലത്? അവൾക്ക് വിളിക്കുന്നതാണോ നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഹാഡ് ഷീ ബെറ്റർ കോൾ. അവൾക്ക് വിളിക്കുന്നതാണോ നല്ലത്? അവന് ഇരിക്കുന്നതാണോ നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഹാഡ് ഹി ബെറ്റർ സിറ്റ്. അവന് ഇരിക്കുന്നതാണോ നല്ലത്? നമ്മളിപ്പോൾ നോക്കിയത് ചെറിയ രീതിയിലുള്ള ചോദ്യ രൂപങ്ങളാണ്. നമുക്ക് അടുത്തത് വലിയ രീതിയിൽ എങ്ങനെയാണ് ഹാഡ് ബെറ്റർ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. ഞാനിവിടെ കാത്തിരിക്കുന്നതാണോ നല്ലത് എന്നെങ്ങനെ ചോദിക്കാം?
ഹാഡ് ഐ ബെറ്റർ വെയിറ്റ് ഹിയർ, ഞാനിവിടെ കാത്തിരിക്കുന്നതാണോ നല്ലത്. അവൾ നന്നായി പഠിക്കുന്നതാണോ നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഹാഡ് ഷീ ബെറ്റർ സ്റ്റഡി വെൽ, അവൾ നന്നായി പഠിക്കുന്നതാണോ നല്ലത്. അവർ അത് ചെയ്യുന്നതാണോ നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഹാഡ് ദേ ബെറ്റർ ഡു ഇറ്റ്, അവർ അത് ചെയ്യുന്നതാണോ നല്ലത്. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ മെയിൽ അയക്കുന്നതിന് മുമ്പ് മാനേജറോട് സംസാരിക്കുന്നതാണോ നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഹാഡ് ഐ ബെറ്റർ സ്പീക്ക് ടു ദ മാനേജർ ബിഫോർ ഐ സെൻഡ് ദ മെയിൽ, ഞാൻ മെയിൽ അയക്കുന്നതിന് മുമ്പ് മാനേജറോട് സംസാരിക്കുന്നതാണോ നല്ലത്. ഞാൻ കാറ് ഉടമയ്ക്ക് തിരികെ നൽകുന്നതിന് മുമ്പ് അത് നന്നായി വൃത്തിയാക്കുന്നതാണോ നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഹാഡ് ഐ ബെറ്റർ ക്ലീൻ ദ കാർ ബിഫോർ ഐ ഗിവ് ഇറ്റ് ബാക്ക് ടു ദ ഓണർ, ഞാൻ കാറ് ഉടമയ്ക്ക് തിരികെ നൽകുന്നതിന് മുമ്പ് അത് നന്നായി വൃത്തിയാക്കുന്നതാണോ നല്ലത്. അടുത്ത ഉദാഹരണം നോക്കാം. ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അവർ നന്നായി പരിശീലിക്കുന്നതാണോ നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഹാഡ് ദേ ബെറ്റർ പ്രാക്ടീസ് വെൽ ബിഫോർ ദേ ഗോ ടു ദ ഇന്റർവ്യൂ, അവർ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അവർ നന്നായി പരിശീലിക്കുന്നതാണോ നല്ലത്. അടുത്തത് ഹാഡ് ബെറ്ററിന്റെ കൂടെ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ വെച്ചിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ അവിടെ എപ്പോൾ പോകുന്നതാണ് നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? എപ്പോൾ എന്ന് പറയുന്നത് വെൻ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുക. വെൻ ഹാഡ് ഐ ബെറ്റർ ഗോ ദെയർ, ഞാൻ അവിടെ എപ്പോൾ പോകുന്നതാണ് നല്ലത്. അടുത്ത ഉദാഹരണം നോക്കാം. അവർ എവിടെ പോകുന്നതാണ് നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? വേർ ഹാഡ് ദേ ബെറ്റർ ഗോ, അവർ എവിടെ പോകുന്നതാണ് നല്ലത്. അവൾ എന്ത് ചെയ്യുന്നതാണ് നല്ലത് എന്നെങ്ങനെ ചോദിക്കാം? വാട്ട് ഹാഡ് ഷീ ബെറ്റർ ഡു, അവൾ എന്ത് ചെയ്യുന്നതാണ് നല്ലത്. അടുത്തത് നെഗറ്റീവായിട്ടുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ഹാഡിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. നെഗറ്റീവായിട്ടുള്ള രൂപത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഹാഡിൻ്റെ ഐ ബെറ്റർ സ്റ്റഡി, ഞാൻ പഠിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. നമുക്ക് ഈ അവസരം വിടാതിരിക്കുന്നതല്ലേ നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഹാഡിൻ്റെ വി ബെറ്റർ ലീവ് ദിസ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് ഈ അവസരം വിടാതിരിക്കുന്നതല്ലേ നല്ലത്. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ അവനോട് സംസാരിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഹാഡിൻ്റെ ഐ ബെറ്റർ സ്പീക്ക് ടു ഹിം, ഞാൻ അവനോട് സംസാരിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അടുത്ത ഉദാഹരണം നോക്കാം. നമ്മൾ ട്രെയിനിൽ പോകാതിരിക്കുന്നതല്ലേ നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഹാഡിൻ്റെ വി ബെറ്റർ ഗോ ബൈ ട്രെയിൻ, നമ്മൾ ട്രെയിനിൽ പോകാതിരിക്കുന്നതല്ലേ നല്ലത്. അവൾ നമ്മളുടെ കൂടെ വരാതിരിക്കുന്നതല്ലേ നല്ലത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഹാഡിൻ്റെ ഷീ ബെറ്റർ കം വിത്ത് അസ്, അവൾ നമ്മളുടെ കൂടെ വരാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത് ഹാഡ് ബെറ്റർ ഉപയോഗിച്ചുകൊണ്ട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരു കാര്യം പറയുന്നതും അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. ഇതിൽ 4 രൂപങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ട് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം, എങ്ങനെ ഉത്തരങ്ങൾ പറയാം എന്നുള്ളത് നമുക്കടുത്ത് നോക്കാം. ഹാഡ് ഐ ബെറ്റർ ഗോ, ഞാൻ പോകുന്നതാണോ നല്ലത്. ഒരാളോട് ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ പോകുന്നതാണോ നല്ലത് എന്നാണ് ചോദിക്കുന്നത്. ഹാഡ് ഐ ബെറ്റർ ഗോ, ഞാൻ പോകുന്നതാണോ നല്ലത്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള രൂപത്തിൽ ചോദിക്കുന്നതാണ്. ഹാഡിൻ്റെ ഐ ബെറ്റർ ഗോ, ഞാൻ പോകാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അയാൾ പറയാണ് നീ പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്. ഒരു മറുപടി ആയിട്ട് പറയാണ് നീ പോകുന്നതാണ് നല്ലത്. എങ്ങനെ പറയാൻ പറ്റും? യു ഹാഡ് ബെറ്റർ ഗോ, നീ പോകുന്നതാണ് നല്ലത്. അടുത്തത് നെഗറ്റീവായിട്ടുള്ള രൂപത്തിൽ മറുപടി പറയാണ് നീ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഹാഡിൻ്റെ ബെറ്റർ ഗോ, നീ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ രൂപത്തിലുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ കൃത്യമായിട്ട് നോക്കിയത്. ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. എവിടെയാണോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരങ്ങൾ ലഭിക്കുന്നത് അവിടെയൊക്കെ പറയുന്നത് ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ എൻ്റെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചുകൊണ്ടും നിങ്ങൾക്ക് ക്ലാസ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.